വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അറബിക് ബ്രെഡാണ്. ഇതിന് കമീർ എന്നാണ് പറയുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു പൊരിച്ചെടുത്ത ബണ്ണിൻ്റെ ടെക്സ്ചറാണ് ഈ ബ്രെഡിന്. നിങ്ങൾക്കിത് ബട്ടൂരെല്ലാം കഴിക്കുന്നത് പോലെ തന്നെ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കമീർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഈസ്റ്റ് ഈ ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം പുളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്കിത് ഒരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് പുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഈ ചേരുവകൾ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് മൈദയ്ക്കുള്ള കമീറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് ഒരു കോഴിമുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മൈദ ഇടാം. ആദ്യം ഞാൻ 1 കപ്പ് മൈദയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം. പകരം 1/2 കപ്പ് വെള്ളത്തിൽ അളവ് കുറച്ചാൽ മതി. ഇനി ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ കൂടെ ഇടാനുണ്ട്. ഞാനത് ആദ്യം ചേർക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് ഭയങ്കര ഉറപ്പായിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് മൈദ കൂടെ ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ ബട്ടൂരയ്ക്കും ഒക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെയാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. നല്ല സ്മൂത്തായിട്ടുള്ള മാവായിരിക്കണം. ആ ഒരു പാകത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം നമ്മുടെ മാവ് നല്ല സ്മൂത്തായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മാവ് ഒന്നെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് മുന്നേ ഞാൻ മാവിനെ ഒരു ബോൾ ഷേപ്പിലേക്ക് ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കണം. അതിന് മുന്നേ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഇതിൻ്റെ മേലെ തടവി കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെറുതെ ഒന്ന് തടവാൻ വേണ്ടി മാത്രം മതി. എന്നിട്ട് ഒരു ക്ലിങ് ഫിലിം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തോർത്ത് ഉപയോഗിച്ചിട്ടോ ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ഏകദേശം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി മാവിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഈ മാവിനെ 7 ബോളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഞാനിതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ അധികമായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് കട്ടിയിലാണ് ഈ ബ്രെഡ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് കുറച്ച് ഓയിലൊന്ന് വേണം. ഇതൊന്ന് തടവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു മുട്ട വേണം. ഇതും ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഒന്ന് ഉടച്ച് വെക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ഇടുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഈ ബ്രെഡിൻ്റെ മുകളിൽ ഒരു മസ്റ്റായിട്ട് ഇടുന്ന ഒരു സാധനമാണ് എള്ള്. കമീർ പരത്താനുള്ള ബോർഡിൻ്റെ മേലെ ഞാൻ കുറച്ച് എണ്ണ തേക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോ ബോളായിട്ട് വെച്ചിട്ട് നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ടും വിരൽ വെച്ചിട്ടും ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ പരത്തുന്ന പോലെ പൂരിയുടെ ആ ഒരു പാകം വേണ്ട. ഏകദേശം ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു കട്ടിയിലാണ് വേണ്ടത്. എന്നിട്ട് ഞാൻ എൻ്റെ വിരൽ ഒന്ന് മുട്ടയിൽ മുക്കുന്നുണ്ട്. നമുക്ക് ഈ മുട്ടയിൽ മുക്കിയ വിരൽ ബ്രെഡിൻ്റെ മേലെ ഒന്ന് തടവി കൊടുക്കാം. ഈ എള്ള് ഇതിൻ്റെ മേലെ സ്റ്റിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേ കൈ കൊണ്ട് എള്ളിൻ്റെ പാത്രത്തിൽ ഒന്ന് മുക്കിയിട്ട് നമുക്കിത് നടുവിലിങ്ങനെ കൊണ്ടുപോയി ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ എള്ള് നല്ല നീറ്റായിട്ട് ഈ ബ്രെഡിൻ്റെ മേലെ പറ്റിപ്പിടിക്കും. ഇങ്ങനെ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേലെ മുട്ട തടവിയിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡും റെഡിയാക്കി എടുക്കാം. ഞാൻ പറഞ്ഞ പ്രത്യേകം ഓർക്കണം, നെയ്പ്പത്തിലിൻ്റെ ആ ഒരു കനത്തിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. നല്ല നേർങ്ങനിയല്ല, നല്ല കട്ടിയിലുമല്ല. നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കമീറായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ തീ കുറച്ച് വെച്ചിട്ടാണ് നമുക്ക് പൊരിച്ചെടുക്കേണ്ടത്. നല്ല തീയിലാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോവും, ഉള്ളു വേവുമില്ല.
അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുക. പിന്നെ നടുഭാഗം ഇതുപോലെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് പൊങ്ങി വരും. ശരിക്കും ഒരു ബണ്ണിൻ്റെ ഒക്കെ ഷേപ്പിലായിട്ട് വരും. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും ഇതുപോലെ കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഖമീർ റെഡി ആയ പോലെ ഉണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് നോക്കാം. മറ്റേ ഭാഗം ഇതേപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റുള്ള ഖമീർ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാണാനും നല്ല ഭംഗിയാണ്, അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ എള്ളൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഖമീറും കൂടെ ഉണ്ടാക്കിയെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് തന്നെ വെക്കുക. നല്ല തീയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി പോകും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നിങ്ങളത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കോരി വെച്ചിട്ട് അമർത്തി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പഫായിട്ട് പൊങ്ങി വരും. അപ്പോൾ കണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് അകം മുറിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ബണ്ണൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഉണ്ടാവും. ഇത് ഇങ്ങനെ വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറികളെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ബ്രെഡ് ഐറ്റം ആണ്. എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്